കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. TK ഹംസയ്ക്കെതിരെ പരസ്യ വിമർശനവുമായി VS അച്യുതാനന്ദൻ. TP ചന്ദ്രശേഖരൻ വധം CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം PP രാമകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നു. ചാലിയാറിൽ 5 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. ഈജിപ്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഫലപ്രഖ്യാപനം നാളെ. ഭിന്നിച്ച് ജീവിക്കുന്നവർക്ക് വിജയിക്കാനാവില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം PP രാമകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ പിടികൂടി. ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് പ്രതികളെ ഒളിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന സംശയത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യുന്നത്. പോലീസ് സംശയിക്കുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് മാഹി കേന്ദ്രീകരിച്ചുള്ള ബന്ധം കണക്കിലെടുത്താണ് CPM മാഹി ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി കൂടിയായ രാമകൃഷ്ണനെ പിടികൂടിയത്. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്ന ആദ്യത്തെ CPM ഏരിയ കമ്മിറ്റി അംഗമാണ് PP രാമകൃഷ്ണൻ. TK ഹംസയുടെ ശുംഭത്തരങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. പാർട്ടി രൂപീകരിച്ചവരിൽ ഒരാളാണ് താനെന്നും കോഴിക്കോട് സമ്മേളനത്തിൽ കൂടിയ 10 ലക്ഷം പേരിൽ ഒരാളാണ് ഹംസയെന്നും VS തുറന്നടിച്ചു. അമരാവതിയിൽ AKGക്കെതിരെ നിലപാടെടുത്തയാളാണ് ഹംസ. കോൺഗ്രസിൽ നിന്ന് മെല്ലെ CPMലെത്തി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചുവെന്നും VS കൊല്ലത്ത് പ്രതികരിച്ചു. അമരാവതി സമരം നടക്കുമ്പോൾ ഹംസ DCC പ്രസിഡന്റായിരുന്നു. ഹംസ നടത്തിയ പ്രസ്താവന ഞാൻ കേട്ടു. ഹംസ കോലിട്ടിളക്കളെ പറ്റിയും കോലിട്ടിളക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞല്ലോ. ഞങ്ങളെല്ലാം തന്നെ ആദരവോടുകൂടി വിളിച്ചു പോന്ന ആ 32 പേര് മുസഫർ അഹമ്മദും ജ്യോതിബാസുവും AK ഗോപാലനും അടക്കമുള്ള 32 പേർ രൂപവൽക്കരിച്ച പാർട്ടിയാണ്. 64-ൽ ഞങ്ങൾ കൽക്കട്ടയിൽ പാർട്ടി കോൺഗ്രസ് 7ാം കോൺഗ്രസ് കൂടിയപ്പോൾ ഈ പാർട്ടിക്കിട്ട പേരാണ് CPIM എന്ന്. ആ പാർട്ടിയിൽ കോഴിക്കോട്ട് കൂടിയ കോൺഗ്രസിൽ 10 ലക്ഷത്തിൽ പരം ആളുകള് അണിനിരന്നു. അതിലൊരുത്തനാണ് ഈ ഹംസ. എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരാവതിയിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഈ ഹംസ DCC പ്രസിഡന്റായിരുന്നു. കാലൻ വന്നു വിളിച്ചിട്ടും എന്തേ പോവാത്തു കോവല എന്ന് വിളിച്ചയാളാണ് ഹംസ. CPM വളർന്നപ്പോൾ പതുക്കെ പാർട്ടിയിൽ കടന്നുകൂടി MLAയും മന്ത്രിയുമായി. ഇനി എപ്പോഴാണ് ആനുകൂല്യം പറ്റാനെന്ന് കാത്തിരിക്കുന്നയാളാണ് ഹംസയെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. കാലൻ വന്നു വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല ഗോപാല എന്ന് വിളിച്ചവനാണ് ഈ ഹംസ. അന്ന് DCC പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഈ CPIM വളർന്ന് വരുന്നതിനിടയിൽ DCCയിൽ നിന്ന് പയ്യെ ഈ പാർട്ടിയിലും കടന്നുകൂടി MLAയായി, MP-യായി, മന്ത്രിയായി. ഈ പാർട്ടിയിൽ നിന്നതെല്ലാം തന്നെ ആനുകൂല്യം പറ്റി. ഇപ്പോഴും ഇനി എപ്പോഴാണ് ആനുകൂല്യം കിട്ടാനെന്ന് കാത്തിരിക്കുന്നയാളാണ് ഈ മാന്യനെന്ന് നിങ്ങൾ ഓർത്തോളൂ. ഇങ്ങനെയുള്ള ആളുകളുടെ ശുംഭത്തരത്തെപ്പറ്റി എന്തു മറുപടി പറയാനെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്.
പാർട്ടിക്ക് അപകടം വരുമ്പോഴെല്ലാം കോലിട്ടിളക്കിയ ആളാണ് VS അച്യുതാനന്ദൻ എന്നായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ CPM പൊതുയോഗത്തിൽ CPM സംസ്ഥാന സമിതി അംഗമായ TK ഹംസ പറഞ്ഞത്. ഇത് തുറന്നു പറയാൻ തനിക്ക് മടിയില്ല. ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളെ കുടുക്കാനാണ് UDF ശ്രമം. കഴിയുമെങ്കിൽ പിണറായി വിജയനെ പ്രതിയാക്കൂ എന്ന് ഹംസ വെല്ലുവിളിച്ചു. അച്യുതാനന്ദനെ പ്രതിയാക്കുകയായിരുന്നെങ്കിൽ വലിയൊരു ശല്യം ഒഴിവാക്കി കിട്ടുമെന്നും ഹംസ പറഞ്ഞിരുന്നു. അതേസമയം TK ഹംസയുടെ പ്രതികരണം ഏറനാടൻ തമാശയായി കണ്ടാൽ മതിയെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന. നഗരത്തെ മുഴുവൻ നിരീക്ഷണ വലയത്തിലാക്കാൻ കൊച്ചി സിറ്റി പോലീസ് ഒരുങ്ങുന്നു. നഗരത്തെ ക്യാമറ കണ്ണുകളുടെ വലയത്തിലാക്കുന്ന സംയോജിത ഡിജിറ്റൽ സുരക്ഷാ പദ്ധതിയും കമ്മ്യൂണിറ്റി പോലീസിന്റെ ഭാഗമായ സിറ്റിസൺ ഫോർ സെക്യൂരിറ്റി പദ്ധതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പദ്ധതികൾ വിശകലനം ചെയ്യാൻ കലൂരിൽ സുരക്ഷാ അവലോകന യോഗവും ചേരുന്നുണ്ട്. കൊച്ചി നഗരത്തിലെ ട്രാഫിക് നിയമന ലംഘനം കണ്ടെത്താനാണ് ഇപ്പോൾ പ്രധാനമായും സുരക്ഷാ ക്യാമറകൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ റൂം വഴിയുള്ള നഗരത്തിലെ നിരീക്ഷണം സുരക്ഷാ കാര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുകയാണ് കൊച്ചി പോലീസിന്റെ ലക്ഷ്യം. ഇതിനായാണ് പോലീസ് നിരീക്ഷണ സംവിധാനത്തിലേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ക്യാമറകളും കൂടി ഏകോപിപ്പിച്ച് നഗരത്തെ 24 മണിക്കൂർ സുരക്ഷാ വലയത്തിലാക്കാനുള്ള പദ്ധതിയായ സംയോജിത ഡിജിറ്റൽ സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയത്. ഷോപ്പിംഗ് മാളുകൾ, ജ്വല്ലറികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവർ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ നിരീക്ഷണം കൂടി ലഭ്യമാക്കി നഗരത്തിലെ സുരക്ഷ ശക്തിപ്പെടുത്തും. നിരീക്ഷണത്തിലൂടെ ഉടൻ പോലീസ് സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ട് കൺട്രോൾ റൂമിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി വീഡിയോ കോളും മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള ഫീഡും കൂടെ കൺട്രോൾ റൂമിൽ വാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ കൺട്രോൾ റൂമിൽ തന്നെ നോക്കി സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അതല്ലെങ്കിൽ ഞങ്ങളുടെ പോലീസിന്റെ ഡേറ്റാബേസിലുള്ള ആരെങ്കിലും അവിടെ കറങ്ങി തിരിഞ്ഞ് കാണുന്നു, ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ നേരിട്ട് ആക്ട് ചെയ്ത് ആക്ഷൻ എടുക്കാൻ കഴിയും. കൊച്ചി നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും 26 മേഖലകളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പിലും 50 വളണ്ടിയർമാരെ നിയോഗിച്ച് കമ്മ്യൂണിറ്റി പോലീസിംഗ് ശക്തമാക്കുകയാണ് സിറ്റിസൺ ഫോർ സെക്യൂരിറ്റി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ പ്രാദേശിക തലത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾക്കായി പോലീസ് ഇവർക്ക് പരിശീലനവും നൽകും. സാമൂഹിക ജീവിതക്രമത്തിൽ പരസ്പരം ഭിന്നിച്ചും വൈരാഗ്യത്തിലും കഴിയുന്നവർക്ക് വിജയിക്കാനാവില്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കണ്ണൂർ ചൊവ്വ യൂണിറ്റ് SYS നിർമ്മിച്ച സുന്നി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തമായ പൈതൃകമാണ് ഇസ്ലാമിന്റേത്. അതിൽ കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമില്ല. ഇസ്ലാമിന്റെ പരമ്പരാഗത വിശ്വാസികളാണ് സുന്നികളെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. സമസ്ത ജില്ലാ സെക്രട്ടറി ചാലാട് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. N. അലി അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ, PK അബൂബക്കർ മുസ്ലിയാർ, ഡോക്ടർ ഖലീൽ ചൊവ്വ തുടങ്ങി മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുത്തു. എയർ ഇന്ത്യ പൈലറ്റുമാരുടെ സമരം കുവൈത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര സങ്കീർണമാക്കി. 9-ാം തീയതി മുതൽ ഇന്നുവരെ കുവൈത്ത് കേരള സെക്ടറിൽ 14 സർവീസുകളാണ് റദ്ദാക്കിയത്. റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കെ അവധിക്കായി നാട്ടിൽ പോകാനുള്ള നിരവധി പേർ ബദൽ യാത്ര സൗകര്യമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ എയർ ഇന്ത്യയുടേത് ഉൾപ്പെടെ മറ്റ് വിമാനങ്ങളിൽ കയറ്റിവിടാൻ ഇതര GCC രാജ്യങ്ങളിൽ സാധ്യമാണ്. കുവൈത്തിലാണെങ്കിൽ കേരളത്തിലേക്ക് എയർ ഇന്ത്യയുടെ വിമാന സർവീസ് ഇല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണുള്ളത്. ആഴ്ചയിൽ 3 ദിവസം മംഗലാപുരം വഴിയും 2 ദിവസം കൊച്ചി വഴിയുമാണ് സർവീസ്.
14 സർവീസുകൾ ഇല്ലാതായതോടെ വലയുന്ന നാട്ടിലെത്താൻ ജനം നെട്ടോട്ടമോടുകയാണ്. കുറഞ്ഞ വേതനക്കാരായ പലരും എയർ ഇന്ത്യ എക്സ്പ്രസിൽ മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അവരാണിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കപ്പെടുകയും മറ്റൊരു വിമാനത്തിലും സീറ്റ് ലഭിക്കാതെ പ്രയാസപ്പെടുന്നത്. ഏതെങ്കിലും വിധത്തിൽ മറ്റു വല്ല വിമാനങ്ങളിൽ സീറ്റ് തരപ്പെട്ടാൽ തന്നെ വൺ വേ ടിക്കറ്റിന് പോലും 100 ദിനാറിലേറെ അധികമായി നൽകേണ്ടി വരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൽ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് 60 ദിനാറിന് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തു വെച്ച ഒരാൾ പകരം വിമാനത്തിൽ 120 ദിനാർ നൽകി യാത്ര ചെയ്യേണ്ടി വന്നു. സ്കൂൾ അവധിക്കാലം തുടങ്ങുന്നതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് പരൽമീനുകൾ മാത്രമാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. CBI അന്വേഷണം വേണമെന്ന് ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ചന്ദ്രശേഖരൻ വധത്തിനു പിന്നിൽ തീവ്രവാദം, ക്വട്ടേഷൻ സംഘമെന്നാണ് പിണറായി ആദ്യം പറഞ്ഞത്. ഇത് അതീവ ഗുരുതരമായ ആക്ഷേപമാണ്. കേരളം ഈ ആക്ഷേപം വിശ്വസിക്കാതിരുന്നത് ഭാഗ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടായി. തന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയത് ഖേദകരം. വ്യക്തിപരമായ ആക്ഷേപം ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. SSF ജില്ലാ വിന്നേഴ്സ് മീറ്റ് സ്വാദിഖ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. SSF മലപ്പുറം ജില്ലാ വിന്നേഴ്സ് മീറ്റ് ഇന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ NM സ്വാദിഖ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. KNA ഖാദർ MLA മുഖ്യാതിഥിയായിരിക്കും. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 111ാം റാങ്ക് നേടിയ സൗത്ത് തൃപ്പനച്ചി യൂണിറ്റ് സെക്രട്ടറി മുഫീദിന് പ്രത്യേക പുരസ്കാരം സമ്മാനിക്കും. ഈ വർഷം SSLC +2 CBSE 10-12 ക്ലാസുകളിൽ മുഴുവൻ A+ഉം A1 നേടിയ വിദ്യാർത്ഥികളും നെറ്റ്, JRF, PhD, MBBS യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവരുമാണ് വിന്നേഴ്സ് മീറ്റിൽ സംബന്ധിക്കുക. SSF ജില്ലാ പ്രസിഡന്റ് K. സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിക്കും. പെട്രോൾ വില വർധനവ് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് SSF മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. പെട്രോളിന് ₹7.50 ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനിയുടെ ധാർഷ്ട്യത്തെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിർത്തലാക്കണം. പൊതുമേഖലാ എണ്ണക്കമ്പനികളെ കയറൂരി വിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ വിലവർദ്ധനവ് വരുത്തിയ നടപടി ജനങ്ങളോടുള്ള കൊടും വഞ്ചനയാണ്. പെട്രോൾ വിലവർദ്ധനവ് പിൻവലിക്കാത്ത സ്ഥിതി വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി SSF മുന്നോട്ടു പോകുമെന്ന് ജില്ലാ നേതാക്കളായ K. സൈനുദ്ദീൻ സഖാഫി, CK ഷക്കീർ, CK അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ അറിയിച്ചു. ഈജിപ്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 5 കോടി വോട്ടർമാരാണ് 2 ദിവസമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് 6 പതിറ്റാണ്ടിന് ശേഷം നടന്ന ജനാധിപത്യ പോരാട്ടത്തിന്റെ ഫലം നാളെ അറിയാം. ഔദ്യോഗിക ഫലപ്രഖ്യാപനം ചൊവ്വാഴ്ചയാണ്. 2 ദിവസമായി നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം നടന്ന ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ പുറത്താക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അറബ് ലീഗ് മുൻ സെക്രട്ടറി ജനറൽ അമർ മൂസ ഉൾപ്പെടെ 13 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ജൂൺ 16-17 തീയതികളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ 2 സ്ഥാനാർത്ഥികൾ തമ്മിലാകും രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് വിലയിരുത്തൽ. CH അശോകനെയും KK കൃഷ്ണനെയും അറസ്റ്റ് ചെയ്തത്
CPM കുന്നമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രന്റെ മൊഴിയെ തുടർന്ന് ഗൂഢാലോചനയിൽ ഇരുവർക്കും പങ്കുണ്ടെന്നായിരുന്നു മൊഴി. മാത്രമല്ല 1.5 വർഷം മുമ്പ് ചന്ദ്രശേഖരനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും രാമചന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 16-ാം തീയതിയാണ് CK രാമചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തിവൈരാഗ്യം മൂലമാണ് കൊല നടത്തിയതെന്നായിരുന്നു രാമചന്ദ്രൻ പറഞ്ഞത്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയെന്നും ഇതിന്റെ പ്രതികാരമായാണ് കൊലയെന്നുമായിരുന്നു വാദം. എന്നാൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നതിനാൽ പോലീസ് ഇത് കാര്യമായെടുത്തില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ 1 വർഷം മുമ്പും ചന്ദ്രശേഖരനെ വധിക്കാൻ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്ന് പോലീസിന് വിവരം കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാമചന്ദ്രനെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. ചന്ദ്രശേഖരനെ വധിച്ച കൊട്ടേഷൻ സംഘത്തിലുള്ള കിർമാനി മനോജിനെയാണ് അന്ന് നിയോഗിച്ചതെന്നും ചന്ദ്രശേഖരനെ കാണിച്ചു കൊടുക്കാൻ താനും സംഘത്തോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നുവെന്നും രാമചന്ദ്രൻ സമ്മതിച്ചു. അന്ന് പക്ഷേ ദൌത്യം വിജയിച്ചില്ല. ചോദ്യം ചെയ്യലിൽ ഇപ്പോഴത്തെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും രാമചന്ദ്രൻ നൽകി. വടകര ഏരിയ സെക്രട്ടറിയായ CH അശോകനും കമ്മിറ്റി അംഗമായ KK കൃഷ്ണനും പങ്കെടുത്തിരുന്നുവെന്ന് രാമചന്ദ്രന്റെ മൊഴിയിലുണ്ട്. ഇതേ തുടർന്നാണ് രാത്രിയിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനിയും കൊട്ടേഷൻ സംഘത്തിലെ ചിലരും ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് കണ്ണൂർ കണ്ണവം വനമേഖലയിൽ പോലീസ് തിരച്ചിൽ നടത്തി. കണ്ണവം വനമേഖലയോട് ചേർന്ന് പാർട്ടി ഗ്രാമത്തിൽ നടത്തിയ പരിശോധനയിൽ ബോംബ് നിർമ്മാണ സാമഗ്രികളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലീസ് തിരയുന്ന കൊടിസുനിയും സംഘാംഗങ്ങളിൽ ചിലരും കണ്ണവം വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ. കൂത്തുപറമ്പ് CI KV ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നടന്നത്. കണ്ണവം ചെറുവഞ്ചേരി വാഴമല കല്ലുവളപ്പ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിലൂടെ പ്രവേശിച്ച് കൊടുംവനത്തിലായിരുന്നു പരിശോധന. KAPയിലെ 60 പോലീസുകാരും ഡോഗ് സ്ക്വാഡും കണ്ണവം കാട്ടിലെത്തിയിരുന്നു. TP ചന്ദ്രശേഖരനെ വധിച്ച ശേഷം പശ്ചിമഘട്ടത്തോട് ചേർന്നുകിടക്കുന്ന ഈ വനമേഖലയിലേക്ക് കൊടിസുനിയും സംഘവും രക്ഷപ്പെട്ടുവെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. വനമേഖലയോട് ചേർന്ന് പാർട്ടി ഗ്രാമങ്ങളിലും പരിശോധന നടന്നു. വട്ടോലി കോട്ടയിലെ ഒരു വീട്ടിൽ നിന്നും വെടിമരുന്നും ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. കൂത്തുപറമ്പ് മേഖലയിലെ പാർട്ടി ഗ്രാമങ്ങളിലും തെരച്ചിൽ നടന്നു. വരും ദിവസങ്ങളിലും കണ്ണവം വനത്തിൽ തിരച്ചിലുണ്ടായേക്കുമെന്ന സൂചനയും പോലീസ് നൽകി. മലപ്പുറം നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ ചാലിയാർ പുഴയിൽ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. ജിനു മാത്യു, ജെയ്നി മാത്യു, അജയ്, അലീന, അമൽ എന്നിവരാണ് മരിച്ചത്. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 10,000 രൂപ വീതം ജില്ലാ കലക്ടർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ചാലിയാറിലെ ചീനിക്കടവിലായിരുന്നു സംഭവം. ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ കുട്ടികൾ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ജിനു മാത്യു, ജെയ്നി മാത്യു എന്നിവർ വയനാട് സ്വദേശി വാഴവറ്റ സ്വദേശി വഴുതേക്കാട് മാത്യുവിന്റെ മക്കളാണ്. നിലമ്പൂർ സ്വദേശി ബിനുവിന്റെ മക്കളാണ് അജയ്, അലീന, അമൽ എന്നിവർ. പുഴയിൽ മുങ്ങിയ ജിനു മാത്യുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റു കുട്ടികളും അപകടത്തിൽപ്പെട്ടത്. കുട്ടികളല്ലാതെ മുതിർന്ന ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. സംഭവം അറിഞ്ഞ നാട്ടുകാർ സ്ഥലത്തെത്തിയെങ്കിലും ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മണലെടുപ്പ് മൂലം ഈ ഭാഗത്ത് പുഴയ്ക്ക് ആഴം കൂടുതലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അജ്മൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഒരു പ്രതി കീഴടങ്ങി. കാസർകോട് സ്വദേശി അനുരാജാണ് ദേവനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ അനുരാജിനെ ഈ മാസം 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അജ്മലിന്റെ സീനിയർ വിദ്യാർത്ഥിയായ അനുരാജിന് പുറമെ കണ്ണൂർ സ്വദേശി സച്ചിനും കേസിൽ പ്രതിയാണ്. പണം ആവശ്യപ്പെട്ടുള്ള അവരുടെ ഭീഷണി അജ്മലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് കേസ് അന്വേഷിക്കുന്ന ചിക്കജാല പോലീസിന്റെ കണ്ടെത്തൽ. കേരളത്തിൽ പാൻ മസാല നിരോധിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വായിലെ ക്യാൻസർ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരമാണ് നിരോധനം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ പാൻ മസാല നിരോധിക്കുന്ന 2ാമത്തെ സംസ്ഥാനമായി കേരളം. നേരത്തെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ നേതൃത്വത്തിൽ
പാൻ മസാലയ്ക്കെതിരെ ക്യാമ്പയിൻ ആചരിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തെ SSF നേതാക്കൾ സ്വാഗതം ചെയ്തു. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബേലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.